ഇവിടെ വന്നു. ഇന്നലെ ഹാവ്ലോക്ക് കണ്ടു. ഇന്നിപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി. ഇത്രയേ ഉള്ളൂ ട്രിപ്പ്. ഇനി പോർട്ട് ബ്ലെയറിൽ എന്തോ കാണാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. രാവിലെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞയച്ചനുസരിച്ച് ഒരു ഓട്ടോ ചേട്ടൻ വന്നു. ആ പുള്ളി ഞങ്ങളെ കൊണ്ട് ഹാവ്ലോക്ക് ജെട്ടിയിലോട്ട് തിരിച്ചു പോയി. അവിടുന്ന് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത ബോട്ട് കയറി തിരിച്ചു പോകാൻ. ബോട്ട് യാത്ര ബോറായിരുന്നു. അങ്ങോട്ട് ഇനി എന്താണെന്ന് നോക്കണം. എന്തായാലും മടി പിടിച്ചു തന്ന അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ ബോട്ടിൽ കയറാൻ പോയി. ഈ നാടിൻ്റെ ഭംഗി, ഇതിൻ്റെ ഒരു കളറ് മനസ്സിലോട്ടൊന്ന് ആവാഹിച്ചിട്ടോട്ടെ. ഞങ്ങളുടെ ബോട്ട് വരാറായിട്ടുണ്ട്. ഇതാ വരുന്നവൻ. ബോട്ടിൽ കയറി ഞാൻ എൻ്റെ പണി തുടങ്ങി. പ്ലെയിനിലെ പോലെ തന്നെ സാൻഡ്വിച്ച് വന്നു, കാപ്പി വന്നു. അച്ഛൻ്റെ കീശ കാലിയാവുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല. നല്ലപോലെ അങ്ങോട്ട് കഴിക്കുക, ഉറങ്ങുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ വിധി വേറൊന്നാണ് കാത്തു വെച്ചത്. രാവിലെ ഭയങ്കര റോളിങ്ങും ബോട്ട് അങ്ങ് കുലുങ്ങി എനിക്ക് തീരെ ഇഷ്ടമായില്ല. അച്ഛൻ പിന്നെ എന്നെ എടുത്തുകൊണ്ട് ബോട്ടിനകത്ത് തന്നെ ബാത്റൂമിലോട്ട് പോയി. ഞാൻ കുറേ അധികം ഛർദ്ദിച്ചു. കഴിച്ചതെല്ലാം വെളിയിൽ പോയി. ഇനിയാണൊന്നും കഴിക്കാനും തോന്നുന്നില്ല. വയ്യാണ്ടായി. കുറച്ച് റെസ്റ്റ് എടുക്കാം, ഇതേ ഇനി നിവൃത്തിയുള്ളൂ. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് എണീറ്റ് നോക്കുമ്പോഴത്തേക്കോ അമ്മ ദേ വയ്യാണ്ട് പുതച്ച് കിടക്കുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും വയ്യ. ഇതൊക്കെ കണ്ടിട്ടാണോ എന്തോ അച്ഛൻ പേടിച്ചിട്ട് എണീറ്റൊക്കെ നിന്ന യാത്ര കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങളങ്ങനെ തിരിച്ച് ഹാഡോ ജെട്ടിയിലെത്തി പോർട്ട് ബ്ലെയറിലോട്ട്. എനിക്ക് സമാധാനമായി. ഞങ്ങൾ ഹോട്ടലിലോട്ട് ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. പോർട്ട് ബ്ലെയറിലെ ഹോട്ടൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് ഞാൻ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഞാൻ പിന്നെ ഫുഡ് അടി തുടങ്ങി. എല്ലാ സ്ഥലത്തും ഞങ്ങൾ താമസിച്ചൊക്കെ ബേസിക് ഹോട്ടലുകളായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ യാത്രയ്ക്കാണല്ലോ വന്നത്. താമസം വളരെ ചുരുക്കമായിരിക്കുമല്ലോ. അമ്മയ്ക്കാണ് ബോട്ടിൻ്റെ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള പ്ലാൻ ഒഴിവാക്കി തൽക്കാലം ഇവിടെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് വരെ അമ്മ ആലോചിക്കുന്നുണ്ട്. എന്നെ ഒന്ന് അടക്കിയിരുത്താൻ പാടുപെടുന്ന അച്ഛൻ തൽക്കാലം കുറച്ച് നേരത്തേക്ക് എനിക്ക് ടാബ് തന്നു. സന്തോഷമായി. ഞാനങ്ങനെ അതിൽ മുഴുകിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണേൽ അച്ഛനും മോളും കൂടെ കറങ്ങാൻ പോക്കോ, ഞാനിവിടെ റെസ്റ്റ് എടുക്കാം. അങ്ങനെ വളരെ വിഷമത്തോടെയാണെങ്കിലും ഞങ്ങൾ ആഘോഷമായിട്ടൊരു ഓട്ടോ എടുത്ത് റോസ് ഐലൻഡിലോട്ട് പോകാനുള്ള ബോട്ട് പിടിക്കാൻ പോയി. പോകുന്നത് അബർദീൻ ജെട്ടിയിലോട്ടാണ് കേട്ടോ. അബർദീൻ ജെട്ടിയിലോട്ട് ചെന്നപ്പോഴോ അവിടെ നല്ല സൂപ്പർ ഒരു പാർക്ക്. എനിക്ക് ഈ ആൻഡമാനിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാർക്കാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിലെ ഏത് ടൂറിസ്റ്റ് സ്ഥലമാണെങ്കിലും അവിടെ ഒരു പാർക്ക് വേണം. പല ഭാഷക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് ചുറ്റും. എനിക്കൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല, പക്ഷേ എല്ലാവരും നല്ല ആൾക്കാരാണെന്നൊക്കെ തോന്നുന്നു. എല്ലാവരുടെയും പെരുമാറ്റമൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. ഈ റൈഡിലൊക്കെ കയറി സുഖമായിട്ട് വല്ലതും കളിക്കേണ്ടതിന് വരെ അച്ഛൻ പിന്നെ ക്യാമറ എടുത്ത് കുറച്ച് മരങ്ങളും ആകാശവും വെള്ളവും പിന്നെ ഇതൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. മണ്ടനച്ഛൻ. ഞങ്ങളങ്ങനെ ബോട്ട് കയറി റോസ് ഐലൻഡിലോട്ട് എത്തി. പോകുന്ന വഴിക്കാണെങ്കിലോ ബോട്ടിലൊരു ചേട്ടൻ ഭയങ്കര പ്രശ്നം. ഗൈഡുമാരോടൊക്കെ തട്ടിക്കയറുന്നു. അവർ ലേറ്റായിട്ടാണ് ബോട്ട് തുടങ്ങിയത്, അതുകൊണ്ട് ഇവിടുന്ന് ലേറ്റായിട്ട് തിരിച്ചു പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട്. മോശമല്ലേ? അവിടെ ചെന്നിറങ്ങിയപ്പോഴോ എനിക്കൊരു മാൻകുട്ടനെ കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കുറേ നേരം അവനെ തൊട്ടു. ആദ്യമായിട്ടാണ് ഞാനൊരു മാനിനെ തൊടുന്നത് കേട്ടോ. നമ്മുടെ തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ മാനിനെയൊക്കെ അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ തൊടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇച്ചിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് മാനുകളുടെ ഒരു കൂട്ടം തന്നെ. അച്ഛനെയും കൂട്ടി ഞാൻ കുറേ നടന്നു മാനുകളുടെ പുറകെ. പക്ഷേ എന്നെ കാണുമ്പോഴത്തേക്ക് അവന്മാരെല്ലാം ഓടിപ്പോകും. അവരടുത്തോട്ട് വരുമ്പോൾ എനിക്കും പേടിയാട്ടാ. അതുപോലെ തന്നെയാണ് ഞാനും തൽക്കാലം വിചാരിക്കുക. പിന്നെ നോക്കുമ്പോൾ കുറേ ചേട്ടന്മാർ വന്നിട്ട് മാനുകൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നു. മാനുകളൊക്കെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് പോയി അവരെ പിന്നെയും തൊട്ട് കൊതി തീരുവോളം തൊട്ട്. എനിക്ക് സന്തോഷമായി. ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്ത് നടക്കുന്ന ഓട്ടത്തിൽ അച്ഛൻ എൻ്റെ ID കാർഡ് ഇവിടെ കൊണ്ട് കളഞ്ഞു. പിന്നെ പാവം അച്ഛൻ തന്നെ പോയി അത് കണ്ടുപിടിച്ചു കേട്ടോ. എപ്പോഴും നമ്മളിത് ശ്രദ്ധിച്ചോണം. എന്തൊക്കെ കാഴ്ചകൾ ചുറ്റുമുണ്ടെങ്കിലും നമ്മുടെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മളെപ്പോഴും സേഫായിട്ട് വെക്കണം. പിന്നെ ഞാൻ എൻ്റെ ഭക്ഷണത്തിലോട്ട് കടന്നു. ഇവിടാണ് വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കിട്ടാനില്ലായിരുന്നു. കിട്ടിയ കുറച്ച് ചോളവോ കപ്പലിൻ്റെയോ ഏതാണ്ടൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ബോട്ട് കയറി ഓടി അബർദീൻ ജെട്ടിയിലോട്ട് എത്തി. അച്ഛനാണ് ഓട്ടം. 4 മണിക്ക് മുന്നേ ചെന്നില്ലെങ്കിൽ സെല്ലാർ ജയിൽ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് 3:30 അപ്പോഴത്തേക്ക് ഇരുട്ടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അച്ഛൻ എന്നെ കുറേ നടത്തിച്ചും ഓടിച്ചും സെല്ലുലാർ ജയിലിൽ ഞങ്ങൾ എത്തി. അച്ഛൻ ഏതൊക്കെ സിനിമയുടെ പേരൊക്കെ പറയുന്നുണ്ട്, കാലാപാനിന്നോ അങ്ങനെ എന്തൊക്കെയോ. ഞാനതൊന്നും കണ്ടിട്ടില്ല.
എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നുമില്ല. പക്ഷേ എന്നാലും അവിടെ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സെല്ലാർ ജയിലൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാനുള്ള പോക്കാന്ന് മനസ്സിലായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭക്ഷണമാണല്ലോ എല്ലാത്തിൻ്റെയും മെയിൻ. നമ്മളെന്തിനാണ് വന്നേക്കുന്നത്? റിലാക്സ് ചെയ്യാൻ, നല്ല ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക, നല്ലപോലെ കിടന്ന് ഉറങ്ങുക. ഇതൊക്കെ തന്നെയല്ലേ ജീവിതം. ഞങ്ങൾ അബർദീൻ ജെട്ടിയിലുള്ളൊരു ക്യാൻറ്റീനിൽ തന്നെ പോയി ഭക്ഷണം കഴിക്കാൻ. എനിക്കിഷ്ടമുള്ള കുറേ സാധനങ്ങളവിടെ ഉണ്ടായിരുന്നു. മോമോസ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഐസ്ക്രീം മേടിച്ചു തന്നില്ല കേട്ടോ. തൊണ്ടവേദന വരും, ചുമ വരും എന്നും പറഞ്ഞു. ഇവിടെ പോലും അച്ഛൻ എനിക്ക് സന്തോഷമുള്ളതൊന്നും ചെയ്തു തരുന്നില്ല. എനിക്ക് പരാതിയുണ്ട്. അങ്ങനെ പരാതിപ്പെട്ടിരിക്കുമ്പോഴാണ് അച്ഛൻ എനിക്ക് വേണ്ടി ബബിൾസ് മേടിച്ചു തന്നത്. അത് കുറേ കരയേണ്ടി വന്നു. എന്തായാലും ബബിൾസ് മേടിച്ചു തന്നപ്പോഴത്തേക്ക് സമയം ഒരു 5 മണിയാവാറായി. 5 മണിയാകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ചുറ്റും ഭയങ്കര ഇരുട്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 8 മണിയുടെ ഒരു പ്രതീതിയല്ലേ ഇപ്പം. എന്തായാലും കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് രാത്രി റൂമിലെത്തി. ബാഗ് പാക്കിങ് തുടങ്ങി. എനിക്കൊന്ന് സങ്കടമാവുക. തിരിച്ച് പോവുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് ഈ അച്ഛനും അമ്മയും കൂടെ എന്നെ കൊണ്ടുവന്ന് 3 ദിവസം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. തിരിച്ച് പോകാതെ വേറെ വഴിയൊന്നുമില്ല, എനിക്കറിയാം. എപ്പോഴേലും ഞാൻ വലുതാകട്ടെ, ഞാൻ തന്നെ ഒരു ടൂർ വരുന്നുണ്ട്. കുറേ ദിവസം ടൂർ തന്നെ വരും. ദിവസം രാവിലെ ഫ്ലൈറ്റ് പിടിക്കാനുള്ള നെട്ടോട്ടമാണ്. ഞങ്ങൾ രാവിലെ പറഞ്ഞ ഓട്ടോക്കാരെ സമയത്ത് വന്നില്ല, ടെൻഷനായി. എന്തായാലും ഞങ്ങൾ കുറേ നേരത്തെ എണീറ്റത് കൊണ്ട് കാര്യമായി. വേറൊരു ഓട്ടോക്കാരനെ അപ്പുറത്തുനിന്ന് കണ്ടുപോയി ഹോട്ടലുകാർ വിളിച്ചുണർത്തി കൊണ്ടുവന്നു. ഞങ്ങൾ ഓട്ടോയിൽ കയറി എയർപോർട്ടിലോട്ട് പോയി. എയർപോർട്ടിനകത്ത് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റും. ട്രിപ്പ് തീരാറായെന്നുള്ള ദാക്ഷിണ്യൊന്നും ഞാൻ കാണിച്ചില്ല. എനിക്ക് ഇഷ്ടമുള്ള അടുത്ത സാധനം ഞാനങ്ങ് മേടിപ്പിച്ചച്ഛനെ കൊണ്ട്. രാവിലെ ആ കട തുറന്ന് വരുന്നേ ഉള്ളായിരുന്നു. എന്തായാലും ആദ്യത്തെ കസ്റ്റമർ ഞങ്ങൾ തന്നെയായിരുന്നു. എനിക്ക് പിന്നെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടേ. ഞാൻ ഫ്ലൈറ്റിനകത്ത് ബുക്കൊക്കെ എടുത്തു. വേറെ എന്തെങ്കിലും സാധനം വാങ്ങാൻ കിട്ടിയാലോ. എന്തായാലും 2 ദിവസം ഉള്ളായിരുന്നുണ്ടെങ്കിലും ആൻഡമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയും കുറേ സ്ഥലങ്ങളിവിടെ കാണാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും കണ്ട സ്ഥലങ്ങൾ ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. പിന്നെ ഫുഡൊക്കെ വന്നെന്ന് തോന്നുന്നു. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം. ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് എന്തായാലും കഴിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് സങ്കടമുണ്ട് തിരിച്ചു പോകുന്നതിൻ്റെ. സാരമില്ല. ഇതാ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ അരിമണിയിലും എഴുതിയിട്ടുണ്ടല്ലോ ആരാ കഴിക്കേണ്ടതെന്നുള്ളത്. തൽക്കാലം അച്ഛൻ കഴിച്ചോട്ടെ, ഞാൻ റെസ്റ്റ് എടുക്കാം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ആൻഡമാനിൽ ചെന്നൈ വന്നിറങ്ങി. ഇവിടുന്നും കുറേ ദൂരം കൂടെ ഫ്ലൈറ്റിൽ പോകണം കൊച്ചി എത്തണമെങ്കിൽ. അതോർക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് യാത്ര തീർന്നിട്ടില്ല. വിഷമിച്ച് നിൽക്കുന്ന അച്ഛനെയും അമ്മയും കൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ചെന്നൈ എയർപോർട്ടിൽ കൂടെ നടന്നു. ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് ഇതാ കിടക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര സങ്കടം വരുക. ടൂർ തീരാൻ പോവുക. ഞങ്ങൾ കൊച്ചി എത്താറായി. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ടൂർ കഴിഞ്ഞ് ഒരു സ്പെയർ ഡേ എങ്കിലും നമ്മൾ വെക്കണം ലീവായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂറും തിരിച്ച് ക്ലാസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും.